അടുത്തായിട്ട് നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ അടുത്ത സെക്ഷൻ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ്. പക്ഷേ ഇത് വളരെ അടുത്ത സെക്ഷൻ പഠിക്കുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇക്വേഷൻസ് ഒന്നുകൂടി പറയുകയാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1:2π × del of omega. ഇതിൻ്റെ പ്രൂഫല്ല ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് ഇട്ടുതരാം. വളരെ എളുപ്പമായിട്ടുള്ളത് തന്നെയാണ്. ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻⁴t ഈസ് 2π × del of omega - omega⁻. ഇതൊരു ചെറിയ സ്പെഷ്യൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ. അതുപോലെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് cos ω0t ഈസ് π × del of omega - omega⁻ plus del of omega plus omega⁻. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് sin ω0t ഈസ് equal to π/j del of omega - omega⁻ minus del of omega plus omega⁻. ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻⁻ u(t) നമ്മൾ പ്രോബ്ലം ചെയ്താണ് 1/a plus j omega. അതുപോലെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് u(t) ഈസ് 1/j omega. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് t × e⁻⁻t u(t) ഈസ് 1/a plus j omega square. Similarly, Fourier transform of t square into e⁻⁻t u(t) is 2 divided by a plus j omega whole square. And Fourier transform of derivative, nth derivative in the Fourier transform എന്ന് പറയുന്നത് j omega whole raised to n x of j omega. x of t യുടെ nth derivative അതിൻ്റെ Fourier transform എന്ന് പറയുന്നത് എന്താ? j omega whole raised to n x of j omega. ഓക്കെ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാലിസിസ് ഓഫ് സിസ്റ്റംസ് യൂസിങ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇക്വേഷൻസ് എല്ലാം ആവശ്യം വരുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓർ സിസ്റ്റം അനാലിസിസ് വിത്ത് ഫൊറിയർ ട്രാൻസ്ഫോം. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഇത് സിസ്റ്റം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഫൈൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ഓക്കെ. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാപ്ലേസിൽ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു h(s). അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീക്വൻസി ഡൊമൈനിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടണമെങ്കിൽ h(e⁻j omega) എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y of j omega ഡിവൈഡ് ബൈ x of j omega. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h of j omega ആണ്. സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ h(s) ആണ്. ഓക്കെ. തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവണം. ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ h of j omega എന്ന് പറയുന്നത് y of j omega ഡിവൈഡ് ബൈ x of j omega. y of j omega എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ടിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. x of j omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻപുട്ടിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ 2 സൈഡിലും എന്ത് ചെയ്യുക? അപ്ലൈ ഫൊറിയർ ട്രാൻസ്ഫോം. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷന് y of j omega ഡിവൈഡ് ബൈ x of j omega ഫോമിലോട്ട് മാറ്റി എഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടും. ഇനി സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് h(t) യൂസിങ് ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് യൂസിങ് ലാപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു ചെയ്തതെന്ന്? ആദ്യം സിസ്റ്റം ഫംഗ്ഷൻ h(s) കണ്ടുപിടിച്ചു. h(s) കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് h(t) കിട്ടുമായിരുന്നു അല്ലേ? ഇമ്പൾസ് റെസ്പോൺസ് കിട്ടുമായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. ഇവിടെ സിസ്റ്റം ഫംഗ്ഷന് പകരം ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കും. ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിച്ച് അതിൻ്റെ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൊറിയർ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും h(t). ഓക്കെ. ഇനി ഇൻവേഴ്സ് എങ്ങനെ ചെയ്യുക? നമ്മൾ ലാപ്ലേസിൽ ചെയ്തതുപോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇൻവേഴ്സ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി തേർഡ് ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് എ സിസ്റ്റം ഫോർ ദ ഗിവൺ ഇൻപുട്ട് യൂസിങ് ഫൊറിയർ ട്രാൻസ്ഫോം. നമ്മൾ ലാപ്ലേസിലും ഇതേ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈൻഡ് ദ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ഫൊറിയർ വെച്ചിട്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം h of j omega കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കവിടെ ഇൻപുട്ട് തന്നിട്ടുണ്ടാവും. ഇൻപുട്ട് എന്ന് പറയുന്ന x of t തന്നിട്ടുണ്ടാവും. അപ്പോൾ x of t നിന്ന് നമുക്ക് എന്ത് കിട്ടും? x of j omega കിട്ടും. അപ്പോൾ x of j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഔട്ട്പുട്ടാണ്. ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് എ സിസ്റ്റം ആണ് കണ്ടുപിടിക്കണം അല്ലേ? ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം?
വൈ ഓഫ് ജെ ഒമേഗ കണ്ടുപിടിക്കുക. വൈ ഓഫ് ജെ ഒമേഗയുടെ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് ടി കിട്ടും. അപ്പോൾ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. എച്ച് ഓഫ് ജെ ഒമേഗ കണ്ടുപിടിക്കുക. ദെൻ എക്സ് ഓഫ് ടി ഗിവൺ ആയിരിക്കും. ഫ്രം എക്സ് ഓഫ് ടി we will have to find out x of j omega, then substitute for x of j omega and find y of j omega, and by taking inverse we will get y of t. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ സെഷനകത്ത് ചോദിക്കാറുള്ളത്. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ആർ റിലേറ്റഡ് ബൈ ദ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 6y ഓഫ് ടി ഇൻറ്റു ഡി ടി പ്ലസ് 8y ഓഫ് ടി ഈക്വൽ ടു 2x ഓഫ് ടി. നമുക്ക് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്, ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈപ്പും ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫൊറിയർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവില്ല. നമ്മൾ ലാപ്ലേസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ കേസ് ഉണ്ടായിരുന്നു അല്ലേ പ്രോബ്ലംസിൽ. ഇവിടെ ഫൊറിയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടാവില്ല. ഓക്കെ, ഇനി ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതുക. ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ. ആദ്യം ഗിവൺ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇനി ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്ലൈ ഫൊറിയർ ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷൻ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു nth ഡെറിവേറ്റീവിൻ്റെ ഡി എൻ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ ഡി ടി റൈസ് ടു എൻ, വൈയോ എക്സോ എന്തോ ആയിക്കോട്ടെ. അതിൻ്റെ എന്തായിരുന്നു? ജെ ഒമേഗ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു വൈ ഓഫ് ടി ആണെങ്കിൽ വൈ ഓഫ് ജെ ഒമേഗ, എക്സ് ഓഫ് ടി ആണെങ്കിൽ എക്സ് ഓഫ് ജെ ഒമേഗ. ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സം ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനിൽ. അപ്പോൾ എന്നിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് ഇവിടെ വ്യത്യാസം വരും. n ഈക്വൾ ടു 1 ആണെങ്കിൽ ജെ ഒമേഗ റൈസ് ടു 1 ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ. n ഈക്വൾ ടു 2 ആണെങ്കിൽ ജെ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ. n ഈക്വൾ ടു 3 ആണെങ്കിൽ ജെ ഒമേഗ ക്യൂബ് ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ എന്താണ് വരുന്നത്? ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ n ഈക്വൾ ടു 2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം വൈ ഓഫ് ജെ ഒമേഗ പ്ലസ് 6 ഇൻറ്റു ഡി വൈ ഓഫ് ടി ബൈ ഡി ടി. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പോൾ ജെ ഒമേഗ ഹോൾ റൈസ് ടു 1 ഇൻറ്റു വൈ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം വൈ ഓഫ് ജെ ഒമേഗ പ്ലസ് 8 ഇൻറ്റു വൈ ഓഫ് ടീനെ ഡി ബൈ ഡി ടി ഫോം അല്ല. അപ്പോൾ വൈ ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ? വൈ ഓഫ് ജെ ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്താ വരുന്നത്? ആർ എച്ച് എസ് 2 ഇൻറ്റു എക്സ് ഓഫ് ടി. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താ? എക്സ് ഓഫ് ജെ ഒമേഗ. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഡി nth ഡെറിവേറ്റീവ് ഓഫ് വൈ ഓഫ് ടി, അതല്ലെങ്കിൽ എക്സ് ഓഫ് ടി ആണെങ്കിൽ എക്സ് ഓഫ് ജെ ഒമേഗ കൊടുക്കണം, വൈ ഓഫ് ടി ആണെങ്കിൽ വൈ ഓഫ് ജെ ഒമേഗ കൊടുക്കണം. ജെ ഒമേഗ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആവശ്യം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി റെസ്പോൺസാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് നിങ്ങൾക്ക് അറിയാം എച്ച് ഓഫ് ജെ ഒമേഗയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വൈ ഓഫ് ജെ ഒമേഗയുടെ ടേംസ് ഒരുമിച്ച് എഴുതുക, എക്സ് ഓഫ് ജെ ഒമേഗയുടെ ടേംസ് ഒരുമിച്ച് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ വൈ ഓഫ് ജെ എൽ എച്ച് എസിൽ ഫുള്ള് വൈ ഓഫ് ജെ ഒമേഗയുടെ ടേംസ്. അപ്പോൾ വൈ ഓഫ് ജെ ഒമേഗ ഔട്ട് സൈഡ് എടുത്തു, ബാക്കി റിമൈനിങ് ടേംസ് എഴുതി. അപ്പോൾ എന്തോരും? ജെ ഒമേഗ സ്ക്വയർ പ്ലസ് 6 ജെ ഒമേഗ പ്ലസ് 8 ഈക്വൽ ടു എക്സ് ഓഫ് ജെ ഒമേഗയുടെ ടേം ഒരൊറ്റ ടേം ഉള്ളത് ആർ എച്ച് എസിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ജെ ഒമേഗ. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 ഡിവൈഡ് ബൈ ബാക്കിയുള്ള ടേംസിനെ അങ്ങനെ ആർ എച്ച് എസിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എക്സ് ഓഫ് ജെ ഒമേഗനെ എൽ എച്ച് എസിലോട്ട് കൊണ്ടുവന്നു, ഇവിടുത്തെ എൽ എച്ച് എസിലുള്ള റിമൈനിങ് ടേംസിനെ ആർ എച്ച് എസിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ 2 ഡിവൈഡ് ബൈ ജെ ഒമേഗ സ്ക്വയർ പ്ലസ് 6 ജെ ഒമേഗ പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ജെ ഒമേഗ. ഫസ്റ്റ് ക്വസ്റ്റ്യനായി ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഓഫ് ജെ ഒമേഗ. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തത് ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാ? എച്ച് ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലേ? ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഫൊറിയർ ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗയാണ് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഡിനോമിനേറ്ററിനെ ഫാക്ടേഴ്സ് ആക്കണം അല്ലേ? എച്ച് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതിന് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടും. അപ്പോൾ ആ ഫാക്ടേഴ്സ് ഇതാണ് കിട്ടുന്നത്: 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 4, ജെ ഒമേഗ പ്ലസ് 2 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 2. ഇതാണ് നമ്മൾ എന്ത് വരുന്നത്? ഫാക്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാപ്ലേസിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ടേമിനെ ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫാക്ടർ ഫോമിൽ എഴുതി എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത സമയത്ത് ലാപ്ലേസിൽ നമ്മൾ ചെയ്ത സമയത്ത് എസ്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എസ്സിൻ്റെ സ്ഥാനത്ത് ജെ ഒമേഗയാണ്. അപ്പോൾ ജെ ഒമേഗയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ, എൽ സി എം സെയിം ആക്കണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്നുള്ളതൊക്കെ അറിയാം. നമ്മൾ ലാപ്ലേസിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ജെ ഒമേഗ ഈക്വൽ ടു എൽ സി എം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം ജെ ഒമേഗ ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയുടെ വാല്യൂ 1 കിട്ടി. സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് ജെ ഒമേഗ ഈക്വൽ ടു -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ബി ഈക്വൽ ടു -1 കിട്ടി. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈ ഓഫ് ജെ ഒമേഗ ഈക്വൽ എച്ച് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 -1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 4. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യണം. അപ്ലൈയിങ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് e−at u of tയുടെ ഫൊറിയർ 1/a + j ഒമേഗ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ തിരിച്ച് കണ്ടുപിടിക്കാം. അതായത് 1/a + j ഒമേഗ അറിയാമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്? ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? e−at u of t, നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ കിട്ടും അല്ലേ? ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗയാണ്. അപ്പോൾ എക്സ് ഓഫ് ജെ ഒമേഗയുടെ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് ടി കിട്ടും. ഓക്കെ, അപ്പോൾ 1/a + j ഒമേഗ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ജെ ഒമേഗ പ്ലസ് 2 എന്ന് പറയുന്നതും 2 + j ഒമേഗ a + j ഒമേഗ ആ ഫോമിലാണല്ലോ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്, പ്രത്യേകം ഓർത്ത് വെക്കാണ്ട്. 1/a + j ഒമേഗ ഫോമിൽ വരുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? e−at u of t. ഇതാണ് ജനറൽ ഫോം. അപ്പോൾ ആദ്യത്തെ ടേം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എയുടെ വാല്യൂ എന്താ? 2 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ e−2t ഇൻറ്റു u of t മൈനസ് അടുത്ത ടേം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? എ എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻറ്റ്. എ എത്ര വരുന്നത്? 4 ആണ് വരുന്നത്. അപ്പോൾ e−at ദാറ്റ് ഈസ് e−4t ഇൻറ്റു u of t. ഇൻവേഴ്സ് അപ്ലൈ ചെയ്തത് മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. 1/a + j ഒമേഗയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് e−at u of t. നമ്മൾ തിരിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇമ്പൾസ് റെസ്പോൺസ് കിട്ടി. ഇതാണ് സെക്കൻഡ് ടൈപ്പ് വരുന്നത്. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഓഫ് ടി തന്നിട്ടുണ്ടാവും. ഓക്കെ, എക്സ് ഓഫ് ടി തന്നിട്ടുണ്ടാവും. നമുക്ക് എച്ച് ഓഫ് ജി ഒമേഗ അറിയും, ഫ്രീക്വൻസി റെസ്പോൺസും അറിയും, അവിടുത്തെ എക്സ് ഓഫ് ജെ ഒമേഗ അറിയും, ഇൻപുട്ടും തരും. ഇവിടുത്തെ കേസിൽ നമുക്ക് ഇൻപുട്ട് അറിയില്ല, എന്താണ് ഇൻപുട്ട് എന്ന് അറിയില്ലായിരുന്നു. ഇവിടെ നമുക്ക് ഇൻപുട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക, അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ ഇക്വേഷൻ അറിയാം. എച്ച് ഓഫ് ജെ ഒമേഗ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 2 ഡിവൈഡ് ബൈ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. ഇനി ഇവിടെ നമുക്ക് എന്താ അറിയണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ഓഫ് ടി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ഇൻറ്റു e−2t u of t ആണ്. അപ്പോൾ ടി ഇൻറ്റു e−at u of tയുടെ ഫൊറിയറിൻ്റെ ഇക്വേഷൻ അറിയാം, 1/a + j ഒമേഗ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത്, അത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? അത് എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ a + j ഒമേഗ. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? 2 ആണ്. e−at ആണ്. e−at ആണ്. അപ്പോൾ a ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ 1/2 + j ഒമേഗ അല്ലെങ്കിൽ j ഒമേഗ + 2 ഹോൾ സ്ക്വയർ, എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതും നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ജെ ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? എക്സ് ഓഫ് ജെ ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് ജെ ഒമേഗ കിട്ടും. വൈ ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് എന്താ?
ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം വൈ ഓഫ് ജെ ഒമേഗ. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം വൈ ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു എന്താ എച്ച് ഓഫ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ. ഓക്കെ, എച്ച് ഓഫ് ജെ ഒമേഗ നമുക്കറിയാം, എക്സ് ഓഫ് ജെ ഒമേഗയും നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരും വൈ ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു ഇത് എച്ച് ഓഫ് ജെ ഒമേഗ, ഇത് എക്സ് ഓഫ് ജെ ഒമേഗ, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൈ ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ജെ ഒമേഗ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വൈ ഓഫ് ടി ആണ് അറിയേണ്ടത്. വൈ ഓഫ് ടി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ചെയ്യണം അല്ലേ? ഇൻവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എഗെയിൻ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ഏതാ? ഈ ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ആ ടേം മാത്രം എടുത്തെഴുതി 2 ഡിവൈഡഡ് ബൈ ഈ ഫോമിൽ എഴുതി അതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു, പലർക്കും ലാപ്ലേസിൽ ഡൗട്ട് വന്നിട്ടുള്ളൊരു സംഭവം ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് എഴുതാം? എ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, ഓക്കെ, പ്ലസ് ബി ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് അടുത്ത ടേം എന്ന് പറയുന്നത് ഒരേ ഫാക്ടർ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുക? നിങ്ങൾ ചിലപ്പോൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലാപ്ലേസിൽ തന്നെ നമ്മൾ ഇതേ മോഡൽ ചെയ്തിട്ടുണ്ട്. അതിനെ എങ്ങനെ എഴുതുക? ബി ഡിവൈഡഡ് ബൈ ആ ടേം ഒരു വട്ടം എഴുതുക, പ്ലസ് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ എഴുതുക, പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ക്യൂബ് എഴുതുക. ഇനിയിപ്പോൾ ഹോൾ റേസ് ടു 4 ആണെങ്കിലോ അടുത്തത് ഇ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഹോൾ റേസ് ടു 4. ഓക്കെ, ബി ഡിവൈഡഡ് ബൈ 1 ടൈം ടു ദ പവർ 1, സി ഡിവൈഡഡ് ബൈ ടു ദ പവർ 2 ആൻഡ് ഡി ഡിവൈഡഡ് ബൈ ടു ദ പവർ 3. അതായത് അപ് ടു n അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനിയിപ്പോൾ ചിലർക്ക് തോന്നും ആദ്യം ഇതെഴുതി, ചില ആൾക്കാർ ആദ്യം ഇതെഴുതി രണ്ടാമത് ഇതായിട്ട് എഴുതി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ വരും? മനസ്സിലായെന്ന് വിചാരിക്കും. ആദ്യം ഈ ടേം എഴുതുക, അതായത് 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 ഹോൾ ക്യൂബ് ഇൻറ്റു 4 പ്ലസ് ജെ ഒമേഗ. അങ്ങനെ എഴുതിയവർക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യം എ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 പ്ലസ് ബി ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സി ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 ഹോൾ ക്യൂബ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 4 വരും. അങ്ങനെ എഴുതിച്ചിട്ട് തെറ്റൊന്നും വരില്ല. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസേഴ്സ് കറക്റ്റ് സെയിം ആയിട്ടേ കിട്ടുള്ളൂ, സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആർക്കും വരണ്ട. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എൽ സി എം എടുക്കുക. നേരത്തെ പോലെ തന്നെ എൽ സി എം എടുത്തു. അതിനുശേഷം എന്ത് ചെയ്യും? ഓരോ ടേമും കണ്ടുപിടിക്കണം, എയുടെയും ബിയുടെയും വാല്യൂസ്. ഇവിടെ ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് നോക്കുക. ജെ ഒമേഗ ഈക്വൽ ടു -2 ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ കിട്ടും. ജെ ഒമേഗ ഈക്വൽ ടു -4 ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും. അടുത്തത് ചിലപ്പോൾ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മാത്സിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആദ്യം ജെ ഒമേഗ ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിയുടെ വാല്യൂ കിട്ടും. അതുപോലെ ജെ ഒമേഗ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാല്യൂ കിട്ടും? സിയുടെ വാല്യൂ കിട്ടി, സി ഈക്വൽ ടു -1/2. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ ബി സി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുക. ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ 1/a പ്ലസ് ജെ ഒമേഗ -1/4 കോൺസ്റ്റൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ എ പ്ലസ് ജെ ഒമേഗ ഫോമാണ്. അപ്പോൾ e⁻⁻at u(t) ഫോമിൽ വന്നു. എഗെയിൻ എ പ്ലസ് ജെ ഒമേഗ ഫോമാണ്. അടുത്തത് 1/a പ്ലസ് ജെ ഒമേഗ സ്ക്വയർ ആണ്. അത് നമുക്കറിയാം, t ഇൻറ്റു e⁻²t u(t), e⁻at u(t). ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. അടുത്തത് വരുന്നത് 1/a പ്ലസ് ജെ ഒമേഗ ക്യൂബാണ്. അപ്പോൾ അതെന്താ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. t² ഇൻറ്റു നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. t² ഇൻറ്റു e⁻⁻at u(t) എന്ന് പറയുന്നത് 1/a പ്ലസ് ജെ ഒമേഗ 2 ഡിവൈഡ് ബൈ എ പ്ലസ് ജെ ഒമേഗ ക്യൂബാണ്. അതിനകത്തുനിന്ന് 1/a പ്ലസ് ജെ ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതാണ് t²/2 ഇൻറ്റു e⁻യുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ് ഇൻറ്റു u(t). ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരുന്നത്.